കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ സാവകാശം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ള ആ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ കിടക്കുമ്പോൾ നേരം ഏകദേശം എടുത്തിട്ടാണ് കിടക്കുന്നത്. കർത്താവിൻ്റെ ദാസന്മാർ ഷാൻമാക്കും പ്രിയ ശൈലാസ് പാസ്റ്ററും അവർ 2:45 ഇവിടെ എത്തിച്ചേരുമ്പം അവർ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പകൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലേറ്റായി കിടക്കുമ്പം അവർ വരുമെന്ന് പറഞ്ഞ ടൈം ഇട്ട് ലേറ്റായിപ്പോയി. എങ്കിലും കർത്താവ് ദാസന്മാരെ കർത്താവ് എത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് രാവിലെ വീണ്ടും പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതിനകത്ത് പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ അകത്ത് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇന്നലെയും ചോദ്യമായിട്ട് വന്നിരുന്നു. ഞാനതിന് മറുപടിയും കൊടുത്തിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയാൽ നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നും ഒരു വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ടും ഒരു രക്ഷയുണ്ടോ? അതായത് ആദാമ്യ പാപത്താൽ സംഭവിച്ച എല്ലാറ്റിൽ നിന്നും നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കുന്ന ഒരു വിടുതൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ അടുത്തൊരു ചോദ്യം വരുന്നത്, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നല്ലേ നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്? അപ്പോൾ ആദാമ്യ പാപം, അതായത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം പാപം ചെയ്തപ്പോൾ ആ പാപത്താൽ ഭൂമിയുടെ മേലും അതുപോലെ ഹവ്വയുടെ മേലും പിശാചിൻ്റെ മേലും ദൈവം ശാപവാക്കുകൾ ഉച്ചരിച്ചു. അപ്പോൾ അങ്ങനെ ശാപവാക്കുകൾ അവരുടെ മേൽ വന്നപ്പോൾ ആ ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടോ? ഗലാത്യലേഖനത്തിൽ പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്. ആ ന്യായപ്രമാണത്തിൻ്റെ ശാപം ഇതെല്ലാം കൂടെ ചേർന്നതാണോ? അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപം 10 കൽപ്പനകളും 613 ഉപകൽപ്പനകളും അടങ്ങിയ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആ ന്യായപ്രമാണത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അതിൻ്റെ പുറപ്പാട് 20-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാം. അതിനപ്പുറം വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ ചേർത്ത് വായിച്ചാൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 27-ാം അധ്യായം 28-ാം അധ്യായം ചേർത്ത് വായിച്ചാൽ വാസൽ കവനവർ ചെയ്തപ്പോൾ അവരെഴുതിയ കൽപ്പലക പെട്ടകത്തിൻ്റെ അരികിൽ വെച്ചു, പെട്ടകത്തിൻ്റെ പുറമെ വെച്ചു. 10 കൽപ്പന പെട്ടകത്തിൻ്റെ അകത്താണ്. വാസൽ കവനലിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ പെട്ടകത്തിൻ്റെ സൈഡിലാണ്, പുറത്തെയാണ്. ഈ 2 കൽപ്പനകൾ തെറ്റിക്കുന്നവരുടെ മേലാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപമുള്ളത്. എന്നാൽ ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തപ്പോൾ വന്ന ശാപം പോയോ? ആ ശാപത്തിൽ നിന്ന് വിടുതലുണ്ടോ? ഏതെങ്കിലും ഒരു തെളിവ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും അതിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അകത്ത് എന്നെ കർത്താവ് കാണിച്ചൊരു സ്വപ്നമാണ് കേട്ടോ. നമ്മൾ അനുഭവിക്കേണ്ടതിൻ്റെ ഒരു അംശം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ കാണിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഈ വാക്യം ഒന്ന് വായിക്കാമോ? എനിക്കൊരു ആശ്വാസം കൂടെ എൻ്റെ തൊണ്ടയ്ക്ക് കിട്ടും. ഇത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നിങ്ങൾ ആ വാക്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയോ? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. അപ്പോൾ ഈ പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് ഉറപ്പ് വരുന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് ധൈര്യം വരുന്നെങ്കിൽ ഈ വാക്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവൻ നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അതിന് കാരണം ഇപ്പോൾ നമ്മുടെ കർത്താവ് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയാണ്. ആ ശുശ്രൂഷയുടെ പ്രത്യേകത, അവൻ ജീവന്റെ ശക്തിയാൽ ഉളവായൊരു പുരോഹിതനാണ്. ഈ വാക്യം കൂടെ ഏഞ്ചൽ തന്നെ ഈ വാക്യം ഒന്ന് വായിക്കാൻ മോളെ. 15-ാമത്തെ വാക്യമാണ് ഈ വാക്യം. ജഡസംബന്ധമായ
കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. കണ്ടോ, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ പുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുകയാണ്. അവൻ്റെ പ്രത്യേകത, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. ആ പൂർണ്ണതയ്ക്കകത്ത് എന്താ ഒഴിവാക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ വേദപുസ്തകത്തിനകത്ത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയിൽ അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. ഇനി ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം കാണിച്ചു വരാം. പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. കർത്താവ് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനോട് പറഞ്ഞു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. നീ പൊടിയിൽ നിന്നാണ് നിന്നെ എടുത്തത്, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ഞാൻ ആ വാക്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു വിടുന്നതാണ്. അതിനകത്ത് കൃത്യം വാക്യങ്ങൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ്, മനുഷ്യൻ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ്. മനുഷ്യനോട് കൽപ്പിച്ചു, നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുത് കൽപ്പിക്കുകയും ചെയ്ത വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ കഷ്ടതയോടെ നീ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. 19-ാം വാക്യം, നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോള മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഇത് ആദാമിനോട് ദൈവം പറഞ്ഞ വാക്കാണ്. നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. എന്റെ ചോദ്യം, ആദാമ്യ വർഗത്തിലെ സകലരും പൊടിയിലേക്ക് തിരികെ ചേർന്നോ? നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. ആദാമ്യ കുടുംബത്തിലെ മാനവകുലത്തിലെ സകലരും പൊടിയിലേക്ക് തിരികെ ചേർന്നോ? ഇല്ല. ഹാനോക്ക് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അകത്തൊരു വെളിപ്പാട് വന്നു. അവനൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ, എന്തോ അങ്ങോട്ട് എൻ്റെ അകത്ത് ചിന്ത കയറി വന്നുകൊണ്ട് ഞാൻ അതൊന്ന് ഓർപ്പിച്ചു വിടാം. ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോൾ അവനൊരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിൻ്റെ പേര് മെതുശലേഖാണ്. ആ കുഞ്ഞിന് പേരിടണമെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ പേരിടുന്ന പോലെ ചക്ക, മാങ്ങ, പാക്കി ഇതൊന്നുമല്ല അവരിടുന്ന പേരുകൾ. അവർ പ്രാർത്ഥിക്കും. അവർ കുഞ്ഞുണ്ടാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദൈവാത്മാവിനാൽ പ്രാപിക്കുന്ന പേരുകളാണ് അവർ തലമുറകൾക്ക് ഇടുന്നത്. ആ പേരിനൊരു അർത്ഥം ഉണ്ടാകും. അപ്പോൾ എബ്രായ പേരുകൾക്കെല്ലാം ആഴമായ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ മെതുശലേഖ് എന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ ഹാനോക്ക് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എൻ്റെ കുഞ്ഞിന് എന്താണ് പേരിടേണ്ടത്? ഉടൻ തന്നെ ദൈവം അവനൊരു വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാട് പ്രകാരമാണ് ഈ കുഞ്ഞ് മരിക്കുമ്പോൾ അത് വരും, ന്യായവിധി വരും, മാനവകുലത്തിന്റെ മേൽ ഒരു ന്യായവിധി വരും ഈ കുഞ്ഞ് മരിക്കുമ്പോൾ. ഇത് കേട്ടതോടുകൂടെ ഹാനോക്കിന്റെ ഉള്ളു പെടഞ്ഞു. ഹാനോക്കിന്റെ ഉള്ളു പെടഞ്ഞ അന്ന് ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു, ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു. ആ ന്യായവിധിക്കകത്ത് അവൻ പെടാതിരിക്കേണ്ടവന് അവൻ അന്നു മുതൽ ദൈവത്തോട് കൂടെ നടന്നു. വെളിപ്പാട് കിട്ടിയ, ന്യായവിധിയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ മകന്റെ പേരിടാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പാട് കൊടുത്ത ഹാനോക്ക് ഒരു കാര്യം തീരുമാനിച്ചു. ഹാനോക്കിന് ഭാര്യയുണ്ട്. ഹാനോക്കിന്റെ ഭവനത്തിൽ നോക്കൂ, ആദാം മുതലുള്ള, ആദാം അതിന് തൊട്ടുമുമ്പ് മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 45-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ആദാം മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ആദാമിനെ കണ്ട വ്യക്തിയാണ് ഹാനോക്ക്. ബാക്കിയുള്ള പിതാക്കന്മാർ മുഴുവൻ ജീവിച്ചിരിക്കുന്നു. 7-6 പിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നോക്കി, അവരുടെ കൂട്ടുകുടുംബങ്ങൾ, സ്വന്തം ഭാര്യ, ഇപ്പോൾ കുഞ്ഞ് എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ഹാനോക്ക് ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇന്നു മുതൽ ദൈവത്തോട് കൂടെ നടക്കാൻ പോവുകയാണ്. ചില വെളിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പിനെ മാറ്റും. ഈ പറയുന്ന വാക്കുകളുടെ ക്യാപ്ഷൻ ഇത് നിങ്ങളുടെ അകത്ത് കയറട്ടെ. ചില വെളിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിലെ നടപ്പുകളെ മാറ്റും. ചില വെളിപ്പാടുകൾ നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റും. ചില വെളിപ്പാടുകൾ നിങ്ങളുടെ ആത്മതലത്തിലെ അനുഭവങ്ങളെ മാറ്റും. ചില വെളിപ്പാടുകൾ ഈ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ ഉടമ്പടിയുടെ വെളിപ്പാട് പഠിപ്പിക്കുകയാണ്. ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ മടക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോട് മടക്കാൻ തുടങ്ങി. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടുകൂടെ മടന്നു. എന്തുകൊണ്ടായി? ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. എന്റെ ചോദ്യം, ആദാമിനോട് പറഞ്ഞ ശാപം എവിടെ പോയി? ഭൂമിയുടെ മേൽ വന്ന ശാപം എവിടെ പോയി? മനുഷ്യ, നിന്നെ പൊടിയിൽ എടുത്തിരിക്കുന്നത്, നീ പൊടിയിലേക്ക് ചേരുമെന്ന് പറഞ്ഞ ശാപം ഹാനോക്കിന്റെ ശരീരത്തിൽ ആക്റ്റീവായില്ല. ആദാം മുതൽ
മോശ വരെ സകല മനുഷ്യരിലും മരണം വാണു. പക്ഷെ ആ മരണം ഹാനോക്കിനെ തൊട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ഉറപ്പ് വരുന്നുണ്ടോ? എല്ലാവരെയും തൊടുന്നത് എന്നെ തൊടാൻ പറ്റുകയില്ല. അങ്ങനെ ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ദൈവത്തോട് പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പൂർണ്ണമായിട്ട് ദൈവം നമ്മെ രക്ഷിക്കുന്നവനാണ്. പൂർണ്ണമായി നാം വിശ്വസിക്കുന്നതിനപ്പുറം, നാം ചിന്തിക്കുന്നതിനപ്പുറം ഇങ്ങനൊരു തലം നമ്മുടെ മേൽ തുറന്നു വരും കേട്ടോ. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ നമുക്കുണ്ട്. അവൻ ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായിട്ട് അവൻ ശുശ്രൂഷിക്കുകയാണ്. നാം വിശ്വസിച്ച് പറയുന്ന വാക്കുകൾക്ക്, നിങ്ങൾ അറിയുന്നുണ്ടോ, നാം ഇപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മക്കൾ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് ഇടത്തും വലത്തും വന്ന് കിടക്കുക. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് ഇച്ചിരി ക്ഷീണിച്ച് റൂമിൽ പോയി കിടക്കുകയാണ്. അപ്പം രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. അടുത്ത് കിടന്ന് ഞങ്ങളിങ്ങനെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മക്കൾ പറഞ്ഞു, ഇനി എനിക്ക് എത്ര വർഷം ജീവിക്കാൻ പറ്റും? അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ ആയുഷ്കാലം 120 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ജോഹന്നെ പറഞ്ഞു, അപ്പോൾ എനിക്കിനി 115 വർഷം കൂടെ ജീവിക്കാനുണ്ടല്ലോ. അപ്പം നിനക്ക് 15 വയസ്സില്ലേ, 15 115 കൂടെ എത്രയായി? 130 ആയില്ലേ, 120 പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പിറുപിറുപ്പ് കൂടാതെ, ഇന്നലകളിൽ സംഭവിച്ചതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ കൂടാതെ, നാളെയെക്കുറിച്ചുള്ള വ്യാകുലതകൾ കൂടാതെ, ഇന്നലകളിൽ സംഭവിച്ചതിനെക്കുറിച്ചുള്ള പിറുപിറുപ്പുകൾ കൂടാതെ, നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലത കൂടാതെ ദൈവ സ്വഭാവത്തിൽ ജീവിക്കുന്നവർക്കാണ് ദൈവാത്മാവ് ഈ ആയുസ് വെച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഭക്തന്മാർ പിറുപിറുത്തിട്ടാണ് അവർ സമയത്തിന് മുമ്പ് മരിച്ചു പോയത്. ഉടനെ തന്നെ കൊച്ചു പറഞ്ഞ കാര്യമുണ്ട്, അപ്പം ഞാനൊന്നിനും പിറുപിറുക്കുന്നില്ല, എൻ്റെ അകത്തൊന്നിനും പിറുപിറുപ്പ് വരുന്നില്ല. അപ്പം പിള്ളേരകത്ത് ഇത് കയറുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ തലമുറകൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അകത്താണ് കയറാത്തത്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ ഉറപ്പോടെ പറയുന്നു, ദൈവാത്മാവ് നമുക്ക് വെച്ചിരിക്കുന്ന പ്രൊവിഷനുകൾ നാം ഉപയോഗിപ്പാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞൊരു സാരാംശത്രയേ ഉള്ളൂ, നാം ഈ തുറന്നു കിടക്കുന്ന ആത്മതലത്തിൽ നിന്നുകൊണ്ട് നാം പറയുന്ന വാക്കുകൾക്ക് ജീവിപ്പിക്കാൻ ശക്തിയുണ്ട്, ജീവിപ്പിക്കുവാൻ ശക്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഉടമ്പടിയുടെ മഹിമയാൽ അവൻ നമ്മുടെ മേൽ അവൻ്റെ പ്രത്യേകമായ ശക്തിയുടെ വലിപ്പം തുറക്കുവാൻ, അഴിഞ്ഞു പോകാത്ത ജീവശക്തി. ആ വാക്കാണ് മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക്. അഴിഞ്ഞു പോകാത്ത ജീവശക്തിയാൽ ഉളവായൊരു പുരോഹിതൻ. ആ പുരോഹിതനാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത്. ആ പുരോഹിതന്റെ പ്രത്യേകത, നിന്റെ തളർച്ചയിൽ അവൻ അപ്പവീഞ്ഞുകളുമായിട്ട് നിന്റെ അടുക്കലേക്ക് അടുത്തു വരും. ഇന്ന് രാവിലെ നമ്മൾ കർത്താവിന്റെ മേശ ഭക്ഷിച്ചു. അപ്പവീഞ്ഞുകളുമായിട്ട് അവൻ അടുത്തു വന്ന് അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. നിങ്ങളുടെ ശരീരത്തിന്മേൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ജീവൻ നിങ്ങളിൽ തുറന്നു വരാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം, ഉടമ്പടിയിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരുമിച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കും. എല്ലാം മൈക്കോൺ വിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. എന്നെ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവനാണ്. ഒരു ആദാമ്യ പാപത്തിന്റെ ശക്തിയും നിങ്ങളുടെ മേൽ വാഴാൻ അനുവാദമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഈ രാവിലെ അതൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ. ആദാമ്യ പാപത്തിന്റെ തിക്തഫലങ്ങൾക്കോ അല്ല, ന്യായപ്രമാണത്തിന്റെ ശാപങ്ങൾക്കോ, പിതാക്കന്മാരുടെ പാപങ്ങൾ ഫലമായി അവർ ചെയ്ത പാപങ്ങളുടെ തിക്തഫലമായ ശാപങ്ങൾക്കോ നിന്റെ മേൽ വാഴാൻ അനുവാദം ഇല്ല. അത് പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണ്. എല്ലാം മൈക്കുമൺമുട്ടത്. ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഷസ്കന അത് ക്യാൻസൽ ചെയ്യാം. അത് ഇന്ന് രാവിലെ ക്യാൻസൽ ചെയ്യാം. ശബന ഘടകദിന നിന്നിൽ അത് വാഴരുത്. നിന്റെ കുടുംബത്തിൽ ഒരു കൊതുക് കയറി വന്നാൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടും. അതിനെ കൊല്ലാതെ നീ കിടക്കരുത്. ശബന റബർഷസ്കന ലംദൽ ഘടകദിന ഇന്ന് രാവിലെ അന്യായമായി കയറി വന്നത്, അന്യായമായി കയറി വന്നത്, അവകാശമില്ലാതെ കയറി വന്നത്, അനുവാദമില്ലാതെ കയറി വന്നത്, ശബന ഘടകമന അതിനെയൊക്കെ ക്യാൻസൽ ചെയ്യുന്ന അധികാരം ഇന്ന് രാവിലെ തുറന്നു വരട്ടെ. പ്രാർത്ഥിച്ചു കേട്ടോ. അതരങ്ങളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ന് രാവിലെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക.
ദൈവഹിതമല്ലാത്തതൊന്നും എന്റെ ഭവനത്തിൽ പാടില്ല. ദൈവഹിതമല്ലാത്തതൊന്നും എന്റെ ഭവനത്തിൽ പാടില്ല. ദൈവഹിതമല്ലാത്തതൊന്നും എന്നിൽ വാഴരുത്. എന്റെ തലമുറകളിൽ അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവനാണ്. ശമനഘടകത്തിന് ഇന്ന് രാവിലെ വചനം തന്നെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ജീവശക്തിയാൽ ഉളവായൊരു പുരോഹിതൻ, ജീവശക്തിയാൽ ഉളവായൊരു പുരോഹിതൻ, കല്ലറയെ തുറന്നവൻ, മരണത്തെ പൊളിച്ചവൻ, ശമന ഘടകതന അന്തൽ പ്രൗഢമന പാതാളത്തെ തുറന്നവൻ, അവൻ മഹാപുരോഹിതനാണ്. അവൻ നിന്നെ പൂർണ്ണമായി ശാപാന നിന്റെ ഫിസിക്കൽ റിലത്തെ അവൻ പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുന്നവനാണ്. നിന്റെ മൈൻഡ് റിലത്തെ അവൻ പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുന്നവനാണ്. നിന്റെ ഇമോഷണൽ മേഖലകളെ അവൻ പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുന്നവനാണ്. നിന്റെ ഫിസിക്കൽ മേഖലകളെ അവൻ പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുന്നവനാണ്. ഈ രാവിലെ അത് ക്ലെയിം ചെയ്യുക. ഉടമ്പടിയുടെ പ്രാർത്ഥന, ഉടമ്പടിയുടെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്നവൻ കരയുകയല്ല, അവൻ ഇൻഹെറിറ്റൻസുകൾ അവകാശമാക്കുകയാണ്. അവന്റെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് ആ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുകയാണ്. ഇൻഹെറിറ്റൻസുകൾ, അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവൻ മൂവ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ, ജീവന്റെ ആ മൂവിങ്ങിന്റെ ഫംഗ്ഷൻ തിരിച്ചറിഞ്ഞ് അവൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ പ്രാർത്ഥിക്കുന്നവനാണ്. അവന്റെ പ്രഖ്യാപനങ്ങൾക്ക് കരുത്തുണ്ട് കേട്ടോ. അവന്റെ പ്രഖ്യാപനങ്ങൾക്ക് ചിലതിനെ പൊളിക്കുവാൻ കരുത്തുണ്ട് കേട്ടോ. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ മടന്നു. അന്തൽ ഘടകതുരി വിധിരിവിനി ഘടകതന ഹതുരവന ഘടകതന ഹതുരവന ഘടകതന ഹക്ഷസ്കനാദിരാധന അന്തൽ പ്രൗഢവന ഘടകതന ഹത്തുരാധനാര ഘടകതന വൈഷ പ്രൗഢവന ഘടകതന Shalama
ഷസ്കനാദിന പ്രൗഢപന ഹത്തൽ ഘടകദന ഹസ്കനാദിനാദന പ്രഭസ്കനാദിനാദന പ്രൗഢപന ഘടകദനം ലഭത്തുരാദന പ്രൗഢപന ഘടക ഷസ്കനാദിനാദന. ഇവിടെ നമ്മൾ ഉടമ്പടിയുടെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന മാത്രമല്ല, ഉടമ്പടിയുടെ വെളിപ്പാടിൽ നാം നമ്മുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ കർത്താവിൻ്റെ മേശയിൽ നടക്കുന്നത് അതാണ്. ഇത് വെളിപ്പാട് വരുമ്പോഴാണ് നാം എപ്പോഴും കർത്താവിൻ്റെ മേശ, എന്നും കർത്താവിൻ്റെ മേശ നടത്തുന്നത്. ഭയങ്കര പ്രാധാന്യതയാണ്. ആദാം മുതൽ മോശ വരെ മരണം വാണു. മോശ മുതൽ യേശുക്രിസ്തു വരെ മരണവും പാപവും വാണു. ഈ വാഴ്ചയും മുഴുവൻ ക്രിസ്തുവിൻ്റെ കാൽവറിൽ നടന്ന യാഗത്തിലൂടെ ചൊരിയപ്പെട്ട ഉടമ്പടിയാൽ, ഉടമ്പടി രക്തത്താൽ, ചൊരിയപ്പെട്ട രക്തത്താൽ, ഉടമ്പടി രക്തത്താൽ ദീർഘവർഷം, ഏകദേശം 5000 ചില്ലും വർഷം നീണ്ടുനിന്ന സകലത്തിൽ നിന്നും നമുക്ക് പൂർണ്ണമായൊരു രക്ഷ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് നിന്ന് ഒരു വാക്യം കൂടെ, നമ്മൾ ബൈബിളിലെ ഈ വാക്യങ്ങൾ ചിലത് എനിക്ക് ഒരു ബൈബിളിലെ ചില വാക്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് വായിക്കണം കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31, 32 വാക്യങ്ങളാണ്. നമുക്കറിയാവുന്ന വാക്യമാണ് കേട്ടോ. 2 വാക്യങ്ങളാണ്. ഒന്ന്, ഇത് താഴേക്ക് പോയിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾ രാവിലെ ആയതുകൊണ്ട് നിങ്ങൾ ബൈബിൾ എടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ബൈബിൾ കാണിക്കുന്നത്. ഒന്ന് വായിച്ച് ഒരാൾ 8-ാം അധ്യായത്തിന് 31-ാം വാക്യം 32-ാം വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 31, 32 വാക്യങ്ങൾ. സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഇത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാർ ഈ കണ്ടമാന പ്രശ്നത്തിൻ്റെ നടുവിലൂടെയൊക്കെ നമ്മൾ നടക്കുമ്പം ഈ വാക്യം പറഞ്ഞ് നമ്മൾ ഒരു പ്രബോധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് പ്രതികൂലം ആരുണ്ടായാലും എന്താ കുഴപ്പം, ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഈ വാക്യം വെച്ചുകൊണ്ട് നമ്മുടെ അകത്ത് വരാറുണ്ട്. വലിയ പ്രശ്നത്തിൻ്റെ മടിയോടൊക്കെ മടക്കുമ്പോൾ ഇവിടെ അതൊന്നുമല്ല കേട്ടോ വിഷയം. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നമോ, ജോലി സ്ഥലത്തുള്ള പ്രശ്നമോ, മക്കളുടെ പ്രശ്നമോ, ഭാര്യയുടെ പ്രശ്നമോ, ഭർത്താവിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ പ്രശ്നം ജഡമാണ്. നമ്മുടെ പ്രശ്നം ജഡമാണ്. അപ്പം ജഡം ഒരിക്കൽ പോലും നമുക്ക് യേശുവിനെ പോലെ ആകാൻ നമ്മളെ അനുവദിക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നമ്മെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ച് നമ്മെ നീതീകരിച്ച്, അങ്ങനെ ദൈവാത്മാവ് നമ്മെ ഘട്ടം ഘട്ടമായിട്ട് നമ്മിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു, വിളിച്ചവരെ നീതീകരിച്ചിരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യം നടന്നിരിക്കുകയാണ്. എന്നിട്ടാ പൗലോസ് പറയുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ഇത് സംബന്ധിച്ച് ഏത് സംബന്ധിച്ച്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അപ്പൊ എന്തിനാ ദൈവം അനുകൂലമായിരിക്കുന്നത്? ഒരു സാധ്യതയില്ലാത്ത എന്നിൽ, എൻ്റെ സ്വയം, എൻ്റെ ജഡം, എൻ്റെ അകത്ത് വസിക്കുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണങ്ങൾ, എൻ്റെ മനസ്സിനകത്ത് വന്നിരിക്കുന്ന, നോക്കി, എൻ്റെ ഇമോഷണൽ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന
തകർച്ചകൾ, ഇതെല്ലാം എൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്ന ഒരാളുണ്ടോ? അവിടെ പൗലോസ് പറഞ്ഞത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എന്തിനനുകൂലം? എന്തിനാ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത്? ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത് തൻ്റെ പുത്രനെ പോലെ ആകാനാണ് കേട്ടോ. യേശുവിനെ പോലെയാകാൻ ദൈവം നമുക്ക് അനുകൂലമാണ്. അപ്പൊ ആ അനുകൂലമാകാൻ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. ഈ വാക്യം കൂടെ വായിച്ച് 32 വാക്യം. ഒന്ന്, എല്ലാവരും ഈ വാക്യത്തിലൊന്ന് നിങ്ങളുടെ കണ്ണ് നടണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. അതിനകത്ത് അവനോടുകൂടെ സകലവും. ഒന്ന് വായിച്ചോ, വാക്യം വായിച്ചോ. 32 വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്തിനാണ് സകലതും നൽകുന്നത്? ഒന്ന്, എന്താണ് സകലതും? രണ്ട്, എന്തിനാണ് സകലതും? സ്വന്തം പുത്രനെ ആദരിക്കാതെ വേണ്ടി നമുക്ക് കാൽവറിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. കാൽവറിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിൽ പിതാവ് അവനെ ഏൽപ്പിച്ചു തന്നു. അടുത്ത ചോദ്യം, അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? അപ്പോൾ ഈ സകലതും എന്തിനാണ്? സകലതും എന്തിനാണ്? സകലതും എന്തിനാണ്? അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? എന്തിനാണ് സകലതും തരുന്നത്? എന്തിനാ സകലം തരുന്നത്? അവനെ പോലെ ആകാൻ. പിതാവ് തന്റെ പുത്രനെ പോലെ ആകാൻ കാൽവറിയിൽ അവനെ തകർക്കുക മാത്രമല്ല, സകലതും നിന്നെ അവനെ പോലെ ആക്കാൻ എന്തൊക്കെ വേണമോ അത് മുഴുവനും നിനക്ക് വേണ്ടി തുറക്കുന്നവനാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റും. നിന്റെ മാനസിക തലത്തിൽ, ഫിസിക്കൽ മേഖലകളിൽ, ഏതൊക്കെ മേഖലകളിലാണോ നിനക്കൊരു ഹീലിംഗ് ആവശ്യമുള്ളത്, ഒരു രക്ഷ ആവശ്യമുള്ളത്, പൂർണ്ണമായൊരു വിടുതൽ ആവശ്യമുള്ളത്, അത് മുഴുവൻ അവൻ പുത്രനോട് കൂടെ നിന്റെ മേൽ ആഡ് ചെയ്യുന്നവനാണ്. ഇത് ദാവീദ്യ കവനന്റിന്റെ വാക്തത്വമാണ് കേട്ടോ. റോമാലേഖനം തന്നെ ഈ 29 നമ്മെ പുത്രനെ പോലെ ആക്കിയിരിക്കുന്നത്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിയിരിക്കുന്നത്. റോമർ 8:29. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും കണ്ടോ. അപ്പോൾ ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ കുടുംബത്തിൽ വേണം എന്റെ പുത്രൻ ജനിക്കാൻ. ദാവീദിന്റെ സന്തതി എന്റെ പുത്രനാണ്, അവൻ എന്റെ പുത്രനും ഞാൻ അവന് പിതാവുമാണ്. അപ്പൊ ദാവീദ്യ കവനന്റിന്റെ നിവൃത്തിയാണ് പുത്രന്മാരുണ്ടായി വരിക, നമ്മെ പുത്രന്മാരാക്കി മാറ്റി. ഇത് കവനന്റിന്റെ നിവൃത്തിയല്ലേ, എന്നെ യേശുവിനെ പോലെ ആക്കുക എന്നുള്ളത് ആണോ? നമ്മെ ഓരോരുത്തരെയും അങ്ങനെ യേശുവിനെ പോലെ ആക്കുമോ? ഇതിന് ഭയങ്കര ലൈഫിന്റെ മൂവ് ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ഏതെങ്കിലും സെക്ഷനിൽ അത് പഠിക്കണേ. ലൈഫിന്റെ, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ അകത്തൊരു മൂവ്, നമ്മുടെ അകത്ത് ഒന്ന് ചലിക്കാൻ തുടങ്ങും, മൂവ് വെളിപ്പെടാൻ തുടങ്ങും. അത് വെളിപ്പെടുന്നതോടുകൂടെ നാം അവനെ പോലെ ആകാൻ തുടങ്ങും. അത് നമ്മുടെ അകത്തുണ്ടാകുന്ന ആന്തരിക ജ്ഞാനത്താലാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പോൾ ഈ കേട്ട വാക്യൊന്ന് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലോ? പുത്രനോടുകൂടെ സകലതും. അത് നിങ്ങളുടെ അകത്തുനിന്ന് പ്രകാശനമായി വരുന്നുണ്ടോ? ആ വാക്യം നിങ്ങളുടെ അകത്ത് പ്രകാശനമായി വരുന്നുണ്ടോ? പുത്രനോടുകൂടെ സകലതും. എന്റെ മൈക്ക്. പുത്രനോടുകൂടെ സകലതും അവൻ നിനക്ക് തൻ്റെ പുത്രനെ. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയപ്പോൾ ആ വാക്യത്തിൻ്റെ ഓർഡർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. 32-ാം വാക്യം. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലതും നിനക്ക് നൽകാതിരിക്കുമോ? അവൻ പുത്രനോടുകൂടി യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ചത്, വിട്ടുതന്നത് സത്യമാണെങ്കിൽ അവനോടുകൂടെ സകലതും ദൈവം എനിക്ക് നൽകും. ഒന്ന് ആ വെളിപ്പാടിൽ ഒന്ന് പറഞ്ഞൊന്ന് പ്രഖ്യാപിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പറഞ്ഞ വാക്യം ഒന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് മൈക്കൊക്കെ അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച്, 1-2 മിനിറ്റുകൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി. അത് തൊട്ടടുത്ത വാക്യത്തിൽ കാണാൻ പോവാ എന്തൊക്കെ നൽകിയെന്ന്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും എനിക്ക് തരും. സകലതും
അവനോടുകൂടെ സകലതും എനിക്ക് നൽകാതിരിക്കുമോ? ശസ്കനാദിരാധന പ്രൗഢപന ഘടകധനാരകശസ് അവനോടുകൂടെ സകലതും നിനക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ സകലതും നിനക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം കൂടെ ഒരാളൊന്ന് ചേർത്ത് വായിക്കാം. 9-ാം വാക്യം. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ മറ്റ് പരിഭാഷകളുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യമാണ്. ഞാനത് മറ്റൊരു മലയാള പരിഭാഷയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ TPTയിലോ പാഷൻ ട്രാൻസ്ലേഷനിലോ അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് വേർഷനിലോ ഏതെങ്കിലുമൊക്കെ നല്ല പരിഭാഷകൾ ഇതിൻ്റെ അർത്ഥവ്യാപ്തി ഉണ്ടാകും. ഒരാൾ ഈ 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവനോടുകൂടെ തന്നിരിക്കുന്നത് മൊത്തം ഒന്ന് തിരിച്ചറിയണ്ടേ. 9-ാം വാക്യം ഒന്ന് വായിച്ച്. 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ഒരു മിനിറ്റ് നിർത്തി പോണേ. എന്തോ ഇതിന്റെ അർത്ഥമൊക്കെ എന്തുവാ? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, മലയാളത്തിലെ പദപ്രയോഗമാണ് നാം വായിച്ചത്. ക്രിസ്തുവിനെ നേടേണ്ടതിനും. മരിക്കാൻ കിടക്കാട്ടോ ഈ മനുഷ്യൻ. 2 ഭൂഖണ്ഡങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കാൻ ദൈവം ഉപയോഗിച്ച അസാധാരണ മനുഷ്യൻ. ആ മനുഷ്യൻ പറയുക, എനിക്ക് ഇനിയും ക്രിസ്തുവിനെ നേടണമെന്ന്. എനിക്കറിയില്ല ഈ മനുഷ്യൻ്റെ ആഗ്രഹം എന്താണെന്ന്. മരിക്കാൻ കിടക്കുക. റോമൻ ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹത്തിനകത്ത് മരണത്തിൻ്റെ വിധി കാത്ത് കിടക്കുക. അതിനകത്ത് വെച്ച് പുള്ളി 6 ലേഖനം എഴുതി. 4 ലേഖനം കാരാഗ്രഹ ലേഖനം എന്ന പേരിൽ, എഫേസ് ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോൻ്റെ ലേഖനം, പിന്നെ തിമോഥെയോസിൻ്റെ ലേഖനം എഴുതി. അപ്പോൾ ഈ 6 ലേഖനം ഈ കിടപ്പി പുള്ളിക്കാരൻ എഴുതി. അതിന് മുമ്പ് പുള്ളിക്കാരൻ എഴുതി 8 ലേഖനം. എബ്രായ ലേഖനം അവിടെ 14 ലേഖനം എഴുതിയ മനുഷ്യൻ, ക്രിസ്തു വെളിപ്പാടുകളുടെ ആഴങ്ങൾ പ്രാപിച്ച മനുഷ്യൻ, അറേബ്യൻ മരുഭൂമിയിൽ 3 വർഷം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ശിഷ്യന്മാരാരും പ്രാപിക്കാത്ത വെളിപ്പാടുകൾ ദൈവത്തിൽ നേരിട്ട് പ്രാപിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ പറയും, എനിക്ക് ഇനിയും ക്രിസ്തുവിനെ നേടണമെന്ന്. ക്രിസ്തുവിനെ നിങ്ങൾ
ആന്തരികമായി അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് പിന്നെ അവനെ പ്രാപിക്കാനുള്ള ഭയങ്കര ആഗ്രഹം വരാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരൊക്കെ ആഗ്രഹം മരിച്ചു സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കൃത്യം പ്രവർത്തിക്കണം, ചിലർക്കൊരു ശുശ്രൂഷ കിട്ടണം. അപ്പോൾ എൻ്റെ ആഗ്രഹം ശുശ്രൂഷയൊന്നുമല്ല, എൻ്റെ ആഗ്രഹം എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് ക്രിസ്തുവിനെ നേടണം. അടുത്ത വാക്ക്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് തന്നെ നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അടുത്ത വാക്ക് വായിച്ചു സിസ്റ്റർ, 10-ാം വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. ഇതെല്ലാം കൂടെ പറഞ്ഞ് നമുക്കിന്ന് തീരുകയില്ല. 2-3 മിനിറ്റ് മാത്രമേ 3-4 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്ന്, എനിക്ക് ക്രിസ്തുവിനെ നേടണം. എനിക്ക് മറ്റു പരിഭാഷകളിലെ അർത്ഥവ്യാപ്തി നോക്കാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും ആ പരിഭാഷയിൽ നല്ല അർത്ഥം ഇതിനുണ്ടെങ്കിൽ അത് ഒന്ന് പറയുന്നത് നല്ലതാണ്, ഒന്ന് ഇടുന്നത് ചാറ്റിലൊന്ന് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അത് ഇട്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ പറയും കൂടെ വേണേ. നിങ്ങൾ പരിഭാഷകൾ, നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് വിജ്ഞാനമുള്ളവർ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ഓരോ വാക്യത്തിൻ്റെയും അർത്ഥവ്യാപ്തികൾ നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇത് ക്രിസ്തുവിനെ നേടാനും, ഇത് സമകാലിക മലയാളത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് വായിക്കാം, ക്രിസ്തുവിനെ നേടാനും അവിടത്തോട് ഏകീഭവിപ്പാനും ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവനീതി തന്നെ വിശ്വാസത്താൽ ലഭിക്കാനാണ്. അപ്പം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവനീതി പ്രാപിച്ച ശേഷം പൗലോസ് പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിനെ നേടാൻ കഴിയും, എനിക്ക് അവിടത്തോട് ഏകീഭവിക്കാൻ കഴിയും. അടുത്ത വാക്ക്, ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അറിയാൻ കഴിയും. എനിക്ക് അവനെ അറിയാൻ കഴിയും, എനിക്ക് അവനെ അറിയാം. 10-ാം വാക്യം കണ്ടോ, ഇംഗ്ലീഷ് 10-ാം വാക്യം കിടക്കുന്നുണ്ടോ? ദാറ്റ് ഐ മേ നോ ഹിം. ഇനി എന്താ മനുഷ്യൻ നിനക്ക് അറിയാനുള്ളത് ഈ കർത്താവിനെ? ഇവൻ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ഒന്നാമത് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന ശബ്ദം കേട്ട പുള്ളി രക്ഷയിലേക്ക് പോകുന്നത്. സ്നാനപ്പെട്ട ഉടൻ തന്നെ പുള്ളി യെരൂശലേമിലേക്ക് വന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ നേരിട്ട് കർത്താവിനെ കണ്ട മനുഷ്യനാണ്. ദൈവശബ്ദം കേട്ടവൻ, പ്രകൃത്യാതീതമായ ശക്തി തുറന്നവൻ, നേരിട്ട് കർത്താവിനെ കണ്ണുകൊണ്ട് വെളിപ്പാടിൽ കണ്ടവൻ, അറേബ്യൻ മരുഭൂമിയിൽ 3 വർഷം ഒറ്റയ്ക്ക് കർത്താവിന്റെ കൂടെ ഇരുന്നവൻ. പിന്നെയും പുള്ളി പറയും, എനിക്ക് അവനെ ഇനിയും അറിയണമെന്ന്. എനിക്കറിയില്ല ഇത് എന്താ ഇവന്റെ ആഗ്രഹം, എന്താണ് ഇപ്പോൾ പൗലോസിന്റെ ആഗ്രഹം? എനിക്ക് അവനെ അറിയണം, എനിക്ക് അവനിൽ ഇരിക്കണം, എനിക്ക് അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം, എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ടുള്ള വ്യഗ്രത വരുന്നുണ്ടോ? ഇത് മുഴുവൻ നിങ്ങൾക്ക് സൗജന്യമാണ് കേട്ടോ. ഇത് മുഴുവൻ ഉടമ്പടിയിൽ അവൻ നിങ്ങളിലേക്ക് സൗജന്യമായി തുറക്കുന്നതാണ്. ഇത് തുറക്കുമ്പോൾ ഇവിടെയാണ് പ്രശ്നം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് തുറക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ അറിയാമോ? നിങ്ങളുടെ അകത്ത് നിങ്ങൾ അവനെ ആഴത്തിൽ അറിയാൻ തുടങ്ങും. എന്താ മെച്ചതറിയാമോ? നിങ്ങൾ ആഴത്തിൽ അറിയാൻ തുടങ്ങുന്നതോറും നിങ്ങളിൽ സ്പിരിച്വൽ റിലം അങ്ങ് ഓപ്പൺ ആകും. അപ്പൊ നമ്മൾ ഫിസിക്കൽ റിലത്തിനകത്തോ ഫൈനാൻഷ്യൽ റിലത്തിനകത്തേക്കുള്ള മേഖലയ്ക്കല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ മേഖല തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ മേൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അവന്റെ വായായി മാറും. അവിടെ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നിങ്ങളുടെ ചുറ്റും ഇല്ലാത്തതിനെ ഉളവാക്കും. നിങ്ങളുടെ മക്കളെ തിരിച്ചു മടക്കി കൊണ്ടുവരും. നിങ്ങളുടെ ഭവനത്തിൽ ഇല്ലാത്തത് ഉളവായി വരും. നിങ്ങളുടെ ഭവനത്തിനകത്ത് വറ്റാൻ തുടങ്ങിയ ഭരണിക്കകത്തുനിന്ന് എണ്ണ തുറന്നു വരും. കലത്തിലെ മാവ് കുറയില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി വെളിപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. അപ്പൊ വറ്റിക്കൊണ്ടിരിക്കുന്ന കലത്തിലേക്ക് നോക്കാതെ, ചോർന്നുകൊണ്ടിരിക്കുന്ന മാവിലേക്ക് നോക്കാതെ, ഹലോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പിടിക്കാൻ വരുന്ന കടക്കാരെ നോക്കാതെ നിങ്ങൾ ദൈവത്തിലുള്ള ഉറപ്പോടെ നിന്നാൽ, നിങ്ങൾ അവനെ പോലെ ആകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വായിൽ അവന്റെ വചനം ഫിറ്റ് ചെയ്യും. നിങ്ങളുടെ വായിലൂടെ വരുന്നപ്പോൾ അവന്റെ വാക്കുകളായി മാറും, അവന്റെ വചസ്സുകളായി മാറും. ആ വചനം റേമയാണ്.
അത് പറയും തോറും നിന്റെ കുടുംബവും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അത് അടുത്ത തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടരുത്. ഞാൻ ആ പദം ഒന്നുകൂടെ പറഞ്ഞു. ഇന്നലകളിൽ സംഭവിച്ചവനെ കുറിച്ച് നിങ്ങളുടെ അകത്ത് കയ്പുണ്ടാകരുത്. നാളുകളിൽ സംഭവിക്കാനുള്ളവനെ കുറിച്ച് നിങ്ങളുടെ അകത്ത് വ്യാകുലമുണ്ടാകരുത്. പിന്നെയോ ക്രിസ്തുവിൽ കൂടെ, ക്രിസ്തുവിന്റെ ക്രൂശിൽ അവൻ നിനക്ക് വേണ്ടി സകലതും നിവർത്തിച്ചിരിക്കുകയാൽ ക്രൂശ് മാത്രം നിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. ക്രൂശിൽ സകലതും നിവർത്തിച്ചിരിക്കുന്നു. ആ നിവർത്തിച്ചത് മുഴുവൻ നിന്നിലേക്ക് ഇപ്പോൾ തുറന്നു വരാൻ വേണ്ടി അവൻ ഇപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായി നിനക്ക് വേണ്ടി ഇപ്പോൾ അവൻ ശുശ്രൂഷിക്കുകയാണ്. പൂർണ്ണമായി അവൻ നിന്നെ ശുശ്രൂഷിക്കുന്നു. പൂർണ്ണമായി അവൻ നിന്നെ ശുശ്രൂഷിക്കുന്നു. അതുകൊണ്ട് ധൈര്യമുണ്ട് പറയാൻ, ഇന്നു മുതൽ ഞാൻ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടില്ല. എനിക്കൊരു പുരോഹിതൻ, മഹാപുരോഹിതൻ പൂർണ്ണമായി എന്നെ രക്ഷിക്കുന്നവൻ, ഇന്ന് പ്രവർത്തിക്കുന്നവൻ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്യം നിങ്ങൾ പഠിപ്പിച്ചിരുന്നു. നാൾ തോറും നമ്മുടെ രക്ഷയായി, നാൾ തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവൻ, ഭാരങ്ങളല്ല, നാൾ തോറും നിങ്ങളിലേക്ക് അവൻ ബെനിഫിറ്റുകൾ ആഡ് ചെയ്യും. എപ്പോഴാണ്? നിങ്ങളുടെ അകത്തുള്ള കയ്പുകൾ പൊളിയട്ടെ, നിങ്ങളുടെ അകത്തുള്ള വ്യാകുലകൾ പൊളിയട്ടെ. ഇന്ന് രാവിലെ കയ്പുകളും പരാതികളും വേദനകളും മുറിവുകളും അകത്തുനിന്ന് കരിഞ്ഞുകൊണ്ട് നാം അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് തുറക്കേണ്ടത് മുഴുവൻ ഇന്ന് തുറന്നു വരും. ഇന്ന് തുറന്നു വരും കേട്ടോ. ഇന്ന് ഏതാ ദിവസം? 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി നിന്നിലേക്ക് തുറക്കേണ്ട ബെനിഫിറ്റുകളെ കർത്താവ് ഇന്ന് രാവിലെ തന്നെ തുറന്നിരിക്കും. ഈ രാവിലെ നീ ബെനിഫിറ്റുകൾ കാണുന്ന രാവിലെയായി മാറും. ഇത് നിന്റെ മേലോ, ഇത് ഇന്ന് മാത്രമല്ല, ദിവസവും നിന്നിലേക്ക് ആടാക്കാൻ തുടങ്ങും. അന്ന് അതൊന്ന് വെളിപ്പാടി കണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ അതരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. അതരങ്ങൾ തുറന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. എനിക്ക് എൻ്റെ യേശുവിനെ ആഴത്തിൽ അറിയണം. ആരും അറിയുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് അവനെ അറിയണം. ഒന്ന് പ്രാർത്ഥിച്ചോ. എനിക്ക് ആരും അറിയുന്നതിനേക്കാൾ ആഴമായി എനിക്ക് അവനെ അറിയണം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ദൈവനീതി തന്നെ പ്രാപിച്ച് എനിക്ക് അവനിൽ ഇരിക്കണം. എനിക്ക് അവനെ അറിയണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. എനിക്ക് അവനെ അറിയണം. വിടരുവ്, എനിക്ക് അവനെ അറിയണം. മരിക്കാൻ നിൽക്കുകയാണ്, മരണത്തെ മുഖാമുഖമായി കണ്ടു നിൽക്കുകയാണ്. അപ്പോഴും ഭക്തന്റെ പ്രാർത്ഥന, എനിക്കവനെ അറിയണം. എനിക്കവനെ അത്രത്തോളം അറിയാനുണ്ടവൻ. എനിക്കവനെ അറിയണം. എനിക്കവനെ അറിയണം. എനിക്ക് അവനെ അല്ലാതെ മറ്റൊന്നും അറിയണ്ട. എനിക്ക് അവനെ അറിയണം. ആ പദങ്ങൾ തന്നെ പറയാമെങ്കിൽ പ്രാർത്ഥിച്ചോ. മറ്റെല്ലാ അറിവുകളും എന്റെ അകത്ത് പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ എന്നിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് അവനെ അല്ലാതെ മറ്റൊന്നും അറിയണ്ട. പിതാവേ, ഇന്ന് രാവിലെ എനിക്ക് അവനെ ഒന്നുകൂടി അറിയണം. അല്ല, എന്റെ ജീവിതം മുഴുവൻ എനിക്ക് അവനെ അറിയണം. അവസാനിപ്പിക്കാനുള്ള വല്ല നിന്റെ ജീവിതം, ഒറ്റയ്ക്ക് തളർന്നു കിടക്കാനുള്ളതല്ല നിന്റെ ജീവിതം. എല്ലാവരും നിന്നെ വിട്ടു മാറിപ്പോകാം. എല്ലാവരും എന്നെ വിട്ടു മാറിപ്പോകാം. സമ്പത്തുള്ളപ്പോൾ നിന്റെ മേൽ സമ്പന്നന്മാർ നിന്റെ ചുറ്റും കൂടും. പഠനമുള്ളവർ നിന്റെ ചുറ്റും കൂടും. കൃപയുള്ളപ്പോൾ നിന്റെ മേൽ നിന്നിൽ തുറക്കുമ്പോൾ കൃപ ആവശ്യമുള്ളവർ ചുറ്റും കൂടും. നിന്നിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിന്റെ ചുറ്റും വ്യക്തികൾ കൂടാൻ തുടങ്ങും. പക്ഷേ ഒന്നുമില്ലാത്തപ്പോഴും ആരുമില്ലാത്തപ്പോഴും നിനക്ക് ചാരാൻ ഒരാളുണ്ട് കേട്ടോ. പ്രൗഢപനഘടകന
ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ. കാരാഗ്രഹത്തിൽ അടയപ്പെട്ട് കിടക്കുന്ന പൗലോസ് പറയുന്നു, ആരുമില്ല, ആരുമില്ല. പലരും അപ്പോഴും അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ കിടന്ന് അവൻ പറയുക, ആരുമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അവനെ ഒന്നുകൂടെ ആഴമായിട്ട് അറിയണം. ഇന്ന് രാവിലെ ആഴമായിട്ട് അവനെ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഒരു പഴയ പാട്ടുണ്ട്, ഞാൻ പാടിയ ശരിയാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പാടാം. പിള്ളേരൊക്കെ നല്ല പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പാട്ടൊക്കെ നിർത്തിവെച്ചു. പക്ഷെ എന്നാലും ഞാനൊന്ന് മൂളി നോക്കാം. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലേൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസോ, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസോ, നീന്തിരുമാർവിൽ ചാരുമ്പോഴല്ല ദാശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലേൻ പ്രിയ. പ്രിയരെന്ന് കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകൂ. പ്രിയരെന്ന് കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകൂ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലേൻ പ്രിയ. പാട്ടുകാരൻ എങ്ങനെയാ പാടിയത്? ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഭൂമിയിൽ ഒരാൾ. നമുക്ക് പാടാം, ചാരാൻ മാത്രമല്ല, നിന്നെപ്പോലെ നേടാൻ പറ്റിയ ഒരാൾ വേറെയില്ല, നിന്നെപ്പോലെ തുറക്കുന്ന ഒരാളില്ല, സകലതും എനിക്ക് വേണ്ടി തുറന്നു തന്ന വേറൊരാളില്ല. ഇത്ര മഹത്വകരമായൊരു വ്യക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ ഭാരപ്പെടുന്നത്? എന്തിനാ നമ്മളിങ്ങനെ തളരുന്നത്? ഇത് മുഴുവൻ തുറന്നത് ഉടമ്പടിയിലൂടെ അവൻ മുഴുവൻ തുറന്നിരിക്കുകയല്ലേ. ഞാൻ ആ ഭാഗം പറയാനായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ മുമ്പിൽ നോട്ട്ബുക്ക് തുറന്നു വെച്ചതാണ്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. കവനൻ്റ് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവൻ്റെ രക്തത്താലാണ്. അതിലൂടെ അവൻ നമ്മുടെ മേൽ തന്നിരിക്കുന്ന അവകാശങ്ങൾ ഒരു വിൽപത്രമായി ഇപ്പോൾ അവൻ്റെ സന്നിധിയിലുണ്ട്. അത് മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ ഒരുങ്ങാം. ഇപ്പോൾ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല രോഗങ്ങളുള്ളവരുണ്ട്, പല പ്രയാസങ്ങളുള്ളവരുണ്ട്, പല പ്രതികൂലങ്ങളുള്ളവരുണ്ട്. നമ്മൾ ഈ 50 പേരുടെ എല്ലാ പ്രശ്നം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരാൾക്ക് 3 മിനിറ്റ് എടുത്താൽ 50 × 3 × 3 = 15, 150 മിനിറ്റ് വേണം. 150 മിനിറ്റ് മീൻസ് 2.5 മണിക്കൂർ സമയം വേണം. വേണ്ട, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒറ്റ വാക്കിനാൽ മറുപടി തരുവാൻ കഴിയുന്ന കരുത്തുള്ളവൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഉടമ്പടിയിലൂടെ നിനക്ക് വേണ്ടി സകലതും അവൻ തുറന്നു വെച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഏതോ ആവശ്യമേതോ അതിൽ പ്രവർത്തിക്കുന്നവൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡോറുകൾ തുറന്നു വരിക.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സുകളുടെ അകത്ത് ഹീലിംഗ് നടക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനോളമുള്ള വളർച്ചകൾ സംഭവിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ മേൽ തുറന്നു വരിക. സകലതും അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഒറ്റവാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചസ്സുകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ സ്വർഗം നൽകിയ സൗഭാഗ്യത്തിനായി സ്തോത്രം. ഈ അങ്ങയുടെ മക്കളെല്ലാം ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു വ്രതനായ സ്തോത്രം, റീന സിസ്റ്റർക്കായി സ്തോത്രം, റോസി സിസ്റ്റർക്കായി സ്തോത്രം, മോളി സിസ്റ്റർക്കായി, മിനി മറിയം, ജെസ്സി ജേക്കബ്, സദാശിവൻ, അഞ്ജു, റോണി ബ്രദർ, റീത്ത സിസ്റ്റർ, ജേക്കബ് ബ്രദർ, സുശീല സിസ്റ്റർ, ഏഞ്ചൽ, ഗ്രേസി ടീച്ചർ, ലിൻഡ തരകൻ, പ്രിയങ്ക, ഡെയ്സി ഡേവിസ്. കർത്താവേ, ഈ മക്കളെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം പൂർണ്ണമായി രക്ഷിക്കുന്നവൻ്റെ കരം തുറന്നു വരട്ടെ. ഉഷ, നെറ്റോ, രാജു ജോൺ, ലില്ലി സിസ്റ്റർ, വീണു സിസ്റ്റർ, ശുഭ വർഗീസ്, കോമളം, തോമസ് ബാബു, ഷൈനി സിസ്റ്റർ, പ്രത്യേകിച്ച് ഞങ്ങൾ ഷൈനി സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കി നിങ്ങളുടെ കരം നീട്ടണമേ. ഷിബി ജോൺ, ലിനി എബ്രഹാം, സുഷമ സിസ്റ്റർ, ആശ, സജിനി, ബിന്നി വിൽസൺ, ഷലോമി, സോജി സിസ്റ്റർ, വള്ളിയമ്മ, പ്രമീള സിസ്റ്റർ, ജോളി പൗലോസ്, ലിബി, തനൂജ സിസ്റ്റർ, ഗ്രേമ മനോജ്, ലത സിസ്റ്റർ, അഞ്ജു ലിജോ, സുനിത, ഗ്രേസി ഡേവിഡ്, ബീന വെള്ളറട, ആര്യ റോസ്, സുനു സൂസൻ, ഡെൽഫി സിസ്റ്റർ, ലിനി അഗസ്റ്റിൻ, ഭാനുപ്രിയ, ഡെൽഫി സിസ്റ്റർ. ഈ മക്കളെല്ലാം ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബീന വെള്ളറട, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ കർത്താവേ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിൻസിക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും കർത്താവ് തുറവികൾ തുറക്കുന്ന ഒരു അനുഗ്രഹീത സീസൺ ആരംഭിക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ച് ഇന്ന് പകൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായി ഓഫ്ലൈനായി ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഹെവൻ ഞങ്ങളുടെ നടുവിൽ തുറന്നു നിൽക്കണമേ. പ്രകൃത്യാതീതമായത് ഞങ്ങളുടെ നടുവിൽ തുറക്കണമേ. ഇതുവരെ ഞങ്ങൾ കാണാത്ത അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഓരോരുത്തരെയും സ്പിരിച്വൽ മാനെ പരിശുദ്ധാത്മാവ് പണിയണമേ കർത്താവേ. ഹെവൻ തുറക്കുന്ന, ഗ്ലോറി റിലം ഓപ്പൺ ആകുന്ന, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് തുറന്നു വരുന്ന അനുഭവങ്ങൾ കർത്താവ് ഞങ്ങളുടെ മേൽ തുറക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അനുഭവിക്കട്ടെ, ഞങ്ങൾ അങ്ങയെ ആസ്വദിക്കട്ടെ, ഞങ്ങൾ അങ്ങനെ അനുഭവിക്കട്ടെ, ഞങ്ങൾ അങ്ങയിൽ ഇരിക്കട്ടെ, ഞങ്ങൾ അങ്ങയെ നേടട്ടെ, ഞങ്ങളിൽ അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തുറക്കട്ടെ, ഞങ്ങൾ അങ്ങയെ പോലെയാകട്ടെ. ഞങ്ങൾ ഇതിനായിട്ട് സഹായിക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരം നീട്ടണമേ. ഈ കുടുംബങ്ങൾ മുഴുവൻ ഡിവൈൻ ആരോഗ്യം തുറക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ പ്രകൃത്യാതീതമായ ഉറവുകളും വഴികളും വാതിലുകളും തുറക്കണമേ. കിങ്ഡം ഫെസിലിറ്റികൾ, കിങ്ഡത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഈ ഭവനങ്ങളുടെ മേൽ തുറന്നു വരുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.